ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് യാത്രക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഈ സഡൻ പ്ലാൻ എന്തായാലും പഴയ പോലെ എന്തായാലും പോസിബിൾ അല്ല. ഒരു മീല് കഴിക്കുന്ന അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഇന്റർനാഷണൽ ട്രിപ്പ് മുമ്പ് പോസിബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് പാക്കേജ് ഒന്നും പോസിബിൾ അല്ല, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ശരിയാണ്. കാരണം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫ്ലൈറ്റ് ഫെയർ. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് അബുദാബിയിൽ നിന്നുള്ള വിസ് എയറിൻ്റെ ഓപ്പറേഷനൊക്കെ സർവീസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള നിലക്ക് ഇപ്പോൾ മുമ്പത്തെ പോലെ നമുക്ക് എന്നല്ല പോസിബിൾ അല്ല. വിസ് എയർ അബുദാബിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതില് മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സസീവ് ഹീറ്റ് അവർക്ക് ഒരുപാട് ഓപ്പറേഷണൽ കോസ്റ്റ് കൂട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന ഈ എയർ സ്പേസ് ക്ലോഷർ കാര്യങ്ങളെല്ലാം എന്താണ് ഇവരുടെ മാർക്കറ്റിന് എഗനിസ്റ്റ് ആയിട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ കോർ മാർക്കറ്റായ യൂറോപ്പിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. യെസ്, നമുക്കറിയാം ഏകദേശം 25 ദിറംസിന് അല്ലെങ്കിൽ 75 ദിറംസിനൊക്കെ വിസ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് യാത്രക്കാരെ ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ദുബായിൽ ഒരു മീല് കഴിക്കുന്ന അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഇന്റർനാഷണൽ ട്രിപ്പ് മുമ്പ് 4-5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യേണ്ട ഇന്റർനാഷണൽ. അത് വിസറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ബോണസ് തന്നെ ആയിരുന്നു. അത് വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ടൂർസ് ഒക്കെ പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് എന്തായിരിക്കും? നമുക്ക് കറന്റ്ലി ഇപ്പോൾ വരുന്ന എൻക്വയറീസ് വരുന്നപ്പോൾ ഈ സഡൻ പ്ലാൻ എന്തായാലും പഴയ പോലെ എന്തായാലും പോസിബിൾ അല്ല. കാരണം സഡൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലൈറ്റ് ഫെയർസ് നമുക്ക് നല്ലൊരു പ്രശ്നമായിട്ട് വരും. ഇവിടെ തന്നെ ബഡ്ജറ്റ് എയർലൈൻസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ലൈക്ക് എയർ അറേബ്യ, ഫ്ലൈ ദുബായ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ട്രിപ്പുകളൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആക്കാം. ടൂറിസ്റ്റിന്റെ പ്രൈസ് കൂടുന്നതിന്റെ മെയിൻ ഒരു ഫാക്ടർ നമുക്ക് പറയാനുള്ളത് ഇപ്പോഴും ഫ്ലൈറ്റ് റേറ്റ്സ് മാത്രമാണ്. ഡെസ്റ്റിനേഷനിലുള്ള എമൗണ്ട് ഒക്കെ, അതായത് എക്സ്പെൻസ് ഒക്കെ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. സ്റ്റേബിൾ ആണ്. കാരണം നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നതെങ്കിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഗൈഡൻസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാവൽ കൺസൾട്ടന്റ് എന്ത് ചെയ്യാം, നമുക്ക് പോയിട്ട് അവരൊക്കെ ഒന്ന് കൺസൾട്ടേഷൻ നമുക്ക് എടുക്കാം. അതെ, കാരണം ഒരു ട്രാവൽ കൺസൾട്ട് ആകുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ ഇൻഫോർമേഷൻ കിട്ടും. ഡെസ്റ്റിനേഷനിൽ ഏത് സമയത്ത് പോകുമ്പോഴാണ് നമുക്ക് ഫീസിബിൾ റേറ്റ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എത്ര എയർപോർട്ടുകളുണ്ട്. അങ്ങനെ ഓരോരോ രാജ്യത്തും ഒരുപാട് എയർപോർട്ടുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ എയർപോർട്ടുകളിലേക്കാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് ചീപ്പസ്റ്റ് എയർലൈൻസ്, പിന്നെ എമിഗ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് എന്ത് ചെയ്യാം, ഹാസിൽ ഫ്രീ ആക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഒരു ട്രാവൽ കൺസൾട്ടേഷൻ എടുക്കുന്നത് എപ്പോഴും നമ്മളൊരു യാത്ര പോകുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കരമായിട്ട് അത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും.